വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ചേച്ചി ഏട്ടനും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പോകാം, ഒരു 1 or 2 day ട്രിപ്പ് പോകാം എന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണയും ഞങ്ങൾക്ക് അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ്ങുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷെ അതിന് മുൻപ് അവർക്ക് ആവണേങ്ങാട് പോകണം എന്ന് പറഞ്ഞിരുന്നു. ആവണേങ്ങാട് അമ്പലത്തിൽ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി അമ്പലത്തിൽ തൊഴുത് വന്നിട്ട് ബാക്കി പറയേ. അയ്യോ ചേട്ടനല്ല ചേച്ചി, അങ്ങനെയല്ല, ഓവർടേക്ക് ചെയ്യണില്ല. സെക്യൂരിറ്റിക്കാർ പറയും ഇങ്ങോട്ട് പാർക്കണം, നേരെ പൊക്കോളൂ, നമുക്ക് മറ്റോടത്തേക്ക് കയറാം. ഇവിടെ കളറിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് കേട്ടോ ലെഫ്റ്റ് പാർക്കിംഗ് കേട്ടോ, അതായത് ഡാൻസിന്റെ ഒക്കെ കളറിങ് ഉണ്ട്. ആ ലെഫ്റ്റ് കൂടെ പിന്നെ ആരെങ്കിലും ഉണ്ടാവും ഇവിടെ. ഹലോ ഗൈസ്, ഞങ്ങളിതാ നോക്കൂ ഏട്ടാ, ഞങ്ങളിതാ ആവണങ്ങാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏട്ടന് ഡ്രൈവിംഗിൽ നാട്ടിൽ വന്നാൽ കുറച്ച് കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് ദിവസം ഡ്രൈവ് ചെയ്താലാണ് ഒന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ നമ്മളിതാ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഉള്ളിലൊന്നും ഒന്നും എടുത്തിട്ടില്ലേ. Can you imagine it's a pond? No. And what did you felt? Amazed. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പോകുന്നു, വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു വിഷ്വൽസ് എടുത്തിട്ടില്ല കേട്ടോ. ബിക്കോസ് നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു എത്ര ദിവസത്തേക്ക് പെട്ടി പാക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ. എനിക്ക് 7th month റണ്ണിങ് ആയിരുന്നു പോകുന്ന സമയത്ത്, ഇപ്പോൾ എനിക്ക് 8th ആണ്. അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു, എനിക്ക് എത്ര നേരം ഇരിക്കാനായിട്ട് പറ്റുമോ, ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ ഒരു കണക്കിന് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. അപ്പോഴേക്കും ചേട്ടൻ ഷോപ്പിൽ നിന്ന് എത്തി. പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടി ഉണ്ട്. നമ്മുടെ പ്രോഗ്രാം വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ലിജി ചേച്ചി, രാജേഷേട്ടൻ ആൻഡ് ഫാമിലി കേട്ടോ. അവർ എൻ്റെ സ്റ്റുഡൻറ്റ് ആൻഡ് ഫാമിലിയാണ്. ഇവർ മസ്കറ്റിൽ തന്നെയാണ് കേട്ടോ, ചേച്ചി ഏട്ടൻ്റെ അടുത്താണ്. ആൻഡ് നാട്ടിലും ഇവർ തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഗ്രൂപ്പും തൃശ്ശൂർ ആയതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. അവർ ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 വണ്ടിയിലുള്ള സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. കുട്ടികളെ ഇനി എക്സ്ചേഞ്ച് ചെയ്തു. കുട്ടികളെല്ലാവരും ആ വണ്ടിയിലായി. പിന്നെ സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അവരും നമ്മുടെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ മിററിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. തലേ ദിവസം പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസം നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു, ഭയങ്കര വെൽ പ്ലാൻഡേ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 വണ്ടിയിലായി പോയി. അത് നമുക്ക് ഒരു വണ്ടിയിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാജേഷേട്ടൻ ഫാമിലിക്ക് അവർക്ക് ഇന്ന് തന്നെ തിരിച്ചു വരണമായിരുന്നു. നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മൾ ഇന്ന് തിരിച്ചു വരില്ല എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. എങ്കിലും ഞങ്ങൾ മാക്സിമം ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഗ്രൂപ്പിൽ പാട്ടുപാടിയും ഡാൻസ് കളിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് എൻജോയ് ചെയ്ത് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോണ വഴിക്ക് നമുക്ക് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യണമായിരുന്നു. ബിക്കോസ് ധാരാളം ടോളുകൾ വരുന്നുണ്ടല്ലോ കോയമ്പത്തൂർ എത്തുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ലാസ്റ്റ് ടൈം കോയമ്പത്തൂർ പോകുമ്പോൾ കയറി അതേ ശരവണ ഭവനിൽ കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. പിന്നെ രാധമ്മ വട്ടയപ്പും കുമ്പളപ്പം ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നു. അതും ഫ്രൂട്ട്സ് എല്ലാം വണ്ടിയിലിരുന്ന് കഴിച്ചിട്ട് വിശപ്പില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാലല്ലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഏട്ടാ ഭാര്യയുടെ അടുത്തിരിക്കൂ, ഭാര്യയുടെ അടുത്തിരിക്കൂ. അതേട്ടാ ഇരിക്കൂ. അച്ഛന ഇവിടെ ഇവിടെ കുഞ്ഞിവിടെ. നമ്മളെല്ലാവരും ദോശ ഐറ്റംസ് അല്ലെങ്കിൽ ഊത്തപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ലഞ്ചിനുള്ള വിശപ്പില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ കുതിര കളിച്ച് പോണത് വേറെ എങ്ങോട്ടും അല്ല, വാഷ്റൂമിലേക്ക് പോണ പോക്കാണ് കേട്ടോ ഇത്. പിന്നെ ഒരൊറ്റ സ്ട്രെച്ചിന് നേരെ ഈശയിലേക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്ന നമ്മുടെ ലൊക്കേഷൻ എവിടുന്നോ കയ്യിൽ നിന്ന് പോയി.
ആക്ച്വലി രാജേഷേട്ടൻ അവരും കുട്ടികളൊക്കെ അവർ ഓൾറെഡി കറക്റ്റ് ലൊക്കേഷനിൽ കൂടെ പോയതാണ്. അവരത് കൂടെ തന്നെ പാസ് ചെയ്തു. ഞങ്ങൾ എവിടുന്നോ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുൾ കറക്കമായിരുന്നു. എത്തേണ്ട സമയത്തൊന്നും എന്തായാലും ഒരു 45 minutes ഒക്കെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബാക്ക് സൈഡ് കൂടെ, അതായത് ആശ്രമത്തിൻ്റെ വഴിയാണ് കേട്ടോ നമ്മൾ എൻ്റർ ചെയ്തത്. എന്നിട്ട് നേരെ ഫ്രണ്ടിലത്തെ പാർക്കിങ്ങിലേക്ക് പോകാണ് ഉണ്ടായത്. അപ്പോൾ അതാ ഈ ഒരു ആദിയോഗിയുടെ സ്റ്റാച്ചു കാണുമ്പോൾ, സ്റ്റാച്ചു എന്ന് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് അത്ര ലൈഫ് ഫീൽ ചെയ്യും നമുക്ക്. ഇതിന് തൊട്ട് മുന്നത്തെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നത് എന്താ പറയുക, ഒരു സെക്കൻഡ് അത് ശ്രദ്ധിക്കാതെ പോയില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ഫീൽ തോന്നി കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അവിടെ റോ ആയിട്ട് ഇട്ടത്. സച്ച് എ പീസ്ഫുൾ പ്ലേസ് ഇറ്റ് ഇസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അത്യാവശ്യം റഷൊക്കെ ഉള്ളത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് പീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് തന്നെയാണ് കേട്ടോ അത്. ഞാനിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഈശയിൽ വരണത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഞാനും അമ്മയും അച്ഛനും ചേട്ടനും കൂടിയാണ് വന്നത്. സോ അന്നത്തെ ഒരുപാട് മെമ്മറീസും എനിക്ക് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയാണ് നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ നിന്നേ. പക്ഷേ അപ്പോഴത്തേക്കും അവിടെ ആൾക്കാരെന്നെ ഫുൾ ഇറക്കി തുടങ്ങി കേട്ടോ. നമുക്ക് ലൈറ്റ് ഷോ ആകുമ്പോഴേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. അത്യാവശ്യം വിസിലിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു. പക്ഷേ മുകളിൽ നിന്ന് റെക്കോർഡ് ചെയ്തത് ശരിയായില്ല. പിന്നെ താഴെ വന്ന് സമാധാനമായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. ആ വീഡിയോൻ്റെ പോർഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്യണില്ല കേട്ടോ, ഞാൻ ഷോർട്സിൽ ആഡ് ഓൺ ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഷോർട്സിൽ കൊടുക്കാം കേട്ടോ. അത് പിടിച്ചേണ്ട അങ്ങോട്ട് പോക്കോളൂ, ഞങ്ങൾ വരാം. കുഞ്ഞു ചേട്ടൻ്റെ കൂടെ പോക്കോളൂ. അങ്ങനെ കുറച്ച് പാനിപ്പൂരിയും സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞാനും ചേട്ടനും കുട്ടികളും പുറത്ത് നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ബിക്കോസ് രാജേട്ടനും ഏട്ടനൊക്കെ ഉള്ളിൽ പോയിരിക്കായിരുന്നു ലൈറ്റ് ഷോ കാണാനായിട്ട്. ഞങ്ങളും ചേച്ചിമാരും ഇവിടെ കുറച്ച് പുറത്ത് നിന്നാണ് കണ്ടത്. നന്നായിട്ട് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ലൈറ്റ് ഷോൻ്റെ പോർഷനൊന്നും ഇവിടെ ആഡ് ചെയ്യണില്ല, അതിന് കംപ്ലീറ്റ് കോപ്പിറൈറ്റ് ആണ്. എൻ്റെ തന്നെ കോയമ്പത്തൂർ വ്ളോഗിൽ, ലാസ്റ്റ് ഇയർത്തെ കോയമ്പത്തൂർ വ്ളോഗിൽ അത് ഓൾറെഡി ഉണ്ട്. അതല്ലെങ്കിൽ യൂട്യൂബിൽ അത് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. എന്തൊരു കാറ്റാ. നല്ല ഇരുട്ടല്ലേ ചേച്ചി, കാണുമല്ലോ. ആരാ? ജിത്ന രാജേഷ്, അത് അരുൺ കുമാർ ആനങ്ങാണ്ട് നിക്കണക്ക്. ഇതാരാ? ആയിക്കോട്ടെ. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 5:30 ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം ആശ്രമത്തിൽ കയറാൻ നിന്നില്ല, ലൈറ്റ് ഷോ കഴിഞ്ഞിട്ട് കയറാമെന്നായിരുന്നു. പക്ഷേ ലൈറ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം നിന്ന് സംസാരിച്ചൊക്കെ വന്നപ്പോഴേക്കും 7:50 ആയി കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ 8 o'clock വരെയാണ് ആശ്രമത്തിലേക്കുള്ള എൻട്രി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. സോ 7:50 നമ്മൾ ഇവിടുന്ന് ആശ്രമത്തിൻ്റെ അവിടേക്ക് ഒരിക്കലും എത്തില്ല, ബിക്കോസ് നമ്മുടെ മറ്റേ കാളവണ്ടി സർവീസ് ഇല്ലായിരുന്നു, അത് 6 മണി കഴിഞ്ഞാൽ കഴിയുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നടന്ന് ആശ്രമത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും എന്തായാലും അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് നേരം പീസ്ഫുൾ ആയിട്ടിരുന്നു കേട്ടോ. ബിക്കോസ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഷോയ്ക്ക് ശേഷം. ടീച്ചറോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ അതെ കാര്യം കണ്ണോടിയെ എന്ത് ഭക്തിയിലുണ്ടായിരുന്നു. അതായത് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് വിട്ടുപോകും. ടേപ്പ് റെക്കോർഡറിൽ വെക്കണമെന്ന് ഞങ്ങൾ അറിയില്ല. അപ്പോൾ ഏട്ടൻ്റെ കൺഫ്യൂഷൻ ആദ്യ യോഗിയുടെ തൃക്കണ്ണ എവിടെ പോയി എന്നാണ് കേട്ടോ. അതിൻ്റെ ഡിസ്കഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏട്ടനാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭക്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ രാജേട്ടനും അകത്ത് പോയിരുന്നു ഭക്തിയിൽ കണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭക്തിയിൽ കണ്ടിട്ട് അവർ പറഞ്ഞ നറേഷൻ ഒന്നും ശ്രദ്ധിച്ചില്ലേന്ന് ചോദിക്കായിരുന്നു കേട്ടോ ഞാൻ. എടുത്തോളൂ, വേറെ കയ്യിലെടുത്താൽ മതി, ചെറുത് മതി. ആശാവില്ലല്ലോ, ആശാവില്ല, ചേച്ചി കമ്പനിക്കല്ലേ ചേച്ചിയെ കമ്പനിക്ക് ഒന്നുകൂടി ആർക്കും പറയോ പറയോ. അപ്പൊ ഇവര് നമ്മള് ലഞ്ച് കഴിക്കാൻ തുടങ്ങുമ്പോ തൊട്ടേ പറയണത് കേട്ടോ, ഞങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ല കേട്ടോ, ഞങ്ങള് കമ്പനിക്കാന്ന്. അപ്പൊ അത് പറഞ്ഞ് കളിയാക്കാണ് നമ്മള്. ഇത്ര നല്ല സാധനം കിട്ടില്ലേട്ടാ. അവര് ബ്രോസ്റ്റഡ് ഒന്നും പിസ്സ കടിഞ്ഞിട്ടിരിക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അർച്ചന കേട്ടോ. അർച്ചന ഇപ്പൊ LLBക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് ഒരു സീരിയൽ പേര് കണ്ടെത്തിയിട്ട് കുട്ടീനെ ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ മെജോറിറ്റി എല്ലാവർക്കും വെജിനോടാണ് താല്പര്യം. പക്ഷെ ചേട്ടന് മാത്രമാണ് വെജ് അത്ര ഇഷ്ടമില്ലാത്തത്. ഇഷ്ടമാണ്, കഴിക്കും, പക്ഷെ നോണാണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു സ്പേസിൽ നിർത്തിയിട്ടുണ്ട്. രാജേട്ടൻ പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ A to B, യെസ്, ആനന്ദഭവനാണ്. സോ ആനന്ദഭവനാണ് നമ്മൾ വെജ് കഴിക്കണത്. വെജ് കഴിച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്ത് KFCയിലേക്ക് പോകുന്നുണ്ട്. ബിക്കോസ് തീരെ നോണൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെജും നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര സമാധാനമാവുമല്ലോ. അപ്പോൾ ഫുഡെല്ലാം നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ആസ് യൂഷ്വൽ ദോശ ഐറ്റംസ് ആണ് പറഞ്ഞത്. പിന്നെ ഞാനും അർച്ചനയും സാമ്പാർ ഇഡ്ഡലി പറഞ്ഞു കേട്ടോ. പിന്നെ അതുപോലെ പാനിപൂരി കൂടി പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ പൂരി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതത്ര ക്രഞ്ചി ആയിരുന്നില്ല. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. തട്ടുദോശയാ അങ്ങനെ അവിടുന്ന് ഫുഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ KFCയിൽ വന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് പുറത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ചേട്ടനെ തിരിച്ചു വിളിച്ചിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു എൻ്റെ അടുത്ത് KFC കഴിക്കരുത് എന്ന് കേട്ടോ. ബിക്കോസ് പ്രഗ്നന്റ് ലേഡീസിന് അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. ജങ്ക്സ് ഒന്നും പ്രഗ്നൻസിയിൽ ജനറലി നല്ലതല്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറവായിരുന്നു കേട്ടോ ജങ്ക്സ് കഴിക്കുന്നത്. എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഒരു തവണയാണ് ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളത്. പക്ഷേ അന്നൊന്നും നമ്മളെ അടുത്തൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികൾ കാണാം കേട്ടോ. മക്കളെ എൻകറേജ് എൻകറേജ് മക്കളെ. റെഡി ഗൈസ്? സിമ്പിൾ വരും. ഇനി നല്ലതാ. റെഡി 1 2 വരും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ചിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടേക്ക് വേണം. പിടിക്കോ ലൈറ്റ് ഇപ്പൊ പോകും നിങ്ങളുടെ നാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും. രാജേട്ടാ പിടിക്കോ. 1 2 3 ഇവിടെ നോക്കി ചിരിക്കണം. 4 ജംപ്. 1 2 3 4. നിക്ക് നിക്ക്. 1 2 3 go. 1 2 3 go. അപ്പൊ ഞങ്ങളുടെ കലാപരിപാടികൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. ഇതിന്റെ ഫുൾ വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. അങ്ങനെ ഞാനിതാ KFCന്ന് ചിക്കൻ ഒഴിവാക്കി ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് എനിക്ക് അവരുടെ ക്രഷ് ലൈം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രഷ് ലൈം കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മളൊരു 1 ഡേ ട്രിപ്പ്, ഒരു 2 ഡേ ട്രിപ്പ് എന്നൊക്കെയുള്ള പ്ലാനിലല്ലേ ഇറങ്ങിയിരുന്നത്. അപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര അങ്ങോട്ട് കംഫർട്ടബിളാണെന്ന് നമുക്ക് തോന്നിയിരുന്നില്ല. ജസ്റ്റ് ബിക്കോസ്
കാലിൽ നീരൊക്കെ ഉണ്ടായിരുന്നു. ഡ്രൈവും മൊത്തത്തിൽ അങ്ങോട്ട് വേണ്ടാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വന്നതിന് തിരിച്ചു പോരാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും യാത്ര പറയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും കാണില്ലല്ലോ. ഇനി നമ്മുടെ വളകാപ്പിനാണ് കാണാന്നുള്ളൊരു പ്ലാനിലാണ് ഇരുന്നത്. പക്ഷേ വളകാപ്പിന് രാജേഷേട്ടൻ ഫാമിലിക്ക് വരാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അർച്ചനയുടെ അഡ്മിഷന് വേണ്ടി അവർക്ക് പോകേണ്ടി വന്നിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങളിപ്പോൾ വളകാപ്പിന് കാണാമെന്ന് പറഞ്ഞ് ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ.